Hello, greetings and welcome to AME Super English. We have already learned the elements in the first group and their symbols. Just above the first group, hydrogen is placed separately because hydrogen has both the properties of metals and non-metals. അറിയാതെ പിന്നെ അങ്ങ് ഇംഗ്ലീഷിലായിരുന്നു കഴിഞ്ഞൊരു തവണ ഞാൻ ചെയ്തിട്ട് കംപ്ലീറ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞ് അത് കഴിഞ്ഞാണ് ഓർക്കുന്നത് മലയാളം ഉദ്ദേശിച്ചാണല്ലോ. ഓക്കെ, അപ്പോൾ ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം ഫ്രാൻഷ്യം എന്ന് ഇതേപോലെ പറയണം. അത് അത് റിസൈറ്റ് ചെയ്യുമ്പോൾ റുബീഡിയം സീഷ്യം ഫ്രാൻഷ്യം ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം ഫ്രാൻഷ്യം ഒരു ചെറിയ പാട്ട് പറഞ്ഞു, പിന്നെ അത് മറക്കില്ല. പിന്നെ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിലേക്ക് പോകാം. സെക്കൻഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതത്ര വളരെ കോമൺ അല്ല. നിങ്ങൾ 9ലും 10ലും ഒന്നും ഇതിൻ്റെ ആപ്ലിക്കേഷൻ അധികം വരുന്നില്ല. സെക്കൻഡ് ഗ്രൂപ്പാണ് സെക്കൻഡ് ഫാമിലി. ഇതിന് ഫാമിലി എന്നും പറയും. കാരണം ഓരോരോ ഫാമിലിയിലുള്ളതിൻ്റെ എലമെൻസിന് കോമൺ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകും. എക്സാക്ട്ലി സെയിം എന്ന് പറഞ്ഞുകൂടാ, സിമിലർ. ബെറിലിയം കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് മഗ്നീഷ്യം. ധാരാളം വരും. 10ാം ക്ലാസ്സിൽ തുടങ്ങുന്നത് തന്നെ, ഫസ്റ്റ് റിയാക്ഷൻസ് തുടങ്ങുന്നത് തന്നെ മഗ്നീഷ്യം, കാൽഷ്യം, സോഡിയം, പൊട്ടാസ്യം ഇതെല്ലാം കൂടെ വെച്ചുള്ള ഇക്വേഷൻസ് ആണ് വരുന്നത്. മഗ്നീഷ്യം കഴിഞ്ഞിട്ട് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കാൽഷ്യം. അപ്പോൾ ബെറിലിയവും മഗ്നീഷ്യവും കാൽഷ്യവും ഇംഗ്ലീഷ് തന്നെയാണ്, അതുകൊണ്ട് നമുക്കിവിടെ ബുദ്ധിമുട്ടില്ല. ദെൻ അടുത്തത് സ്ട്രോൺഷ്യം എന്നൊരെണ്ണമുണ്ട്. സ്ട്രോൺഷ്യം, സ്ട്രോൺഷ്യം, അത് SR ആണ്, ഇംഗ്ലീഷ് നെയിം. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ ഏതായാലും അത്ര പ്രശ്നമില്ല, സ്ട്രോൺഷ്യം. അതിനുശേഷം ഞാൻ റൈറ്റിലേക്ക് മാറ്റി എഴുതുകയാണ് ബേറിയം. ദാറ്റ് ഓൾസോ ഈസ് റിക്വയർഡ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ അത് വളരെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അത് ആവശ്യമായിട്ടുള്ളൂ. ഈ ക്ലാസ് 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും 11ാം ക്ലാസ്സിനും വേണ്ടി തന്നെയാണ്. 11ാം ക്ലാസ്സിലായി എന്ന് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന എല്ലാ പോയിന്റും അവർ ഇതുപോലെ പഠിച്ചു എന്നിരിക്കത്തില്ല. കാരണം ഈ 9ാം ക്ലാസ്സിലെ ഈ ഉഴപ്പ്, സ്കൂളിലെ ഈ ഉഴപ്പ് കാരണം ഈ 9ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാതെ പോയതുകൊണ്ട് ഇത് ഇത്ര സുവ്യക്തമായിട്ട് കുട്ടികൾ ഓർത്തിരിക്കുകയില്ല. ബേറിയം, ദെൻ ബേറിയം ഈസ് ലാസ്റ്റ് വൺ ഈസ് റേഡിയം. ഇതൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റേഡിയം, RA. പക്ഷെ ഇത് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിനായിട്ട് ഉപയോഗിക്കാറില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എ റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്. റേഡിയം ചുമ്മാ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ രാത്രിയിൽ അതിനകത്ത് പച്ച ലൈറ്റ് വരും. അതിന് ഫോസ്ഫോറസൻസ് എന്നാണ് പറയുന്നത്. ഫോസ്ഫോറസൻസ് 2 തരം ലൈറ്റ് ഉണ്ട്, ഫ്ലൂറസെൻറ്റ്, ഫോസ്ഫോറസൻസ്. ഫ്ലൂറസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലൈറ്റ് തെളിഞ്ഞ് കാണിക്കുകയാണ്. ലൈറ്റ് എനർജി കൊടുക്കുമ്പോൾ അത് തെളിഞ്ഞ് കാണുകയാണ്. അതാണ് നമ്മുടെ ട്യൂബ് ലൈറ്റ്. ഫ്ലൂറസെൻറ്റ് ലാമ്പ് എന്നാണ് അതിൻ്റെ പേര്. പക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മുടെ കോമൺ ആയിട്ട് കേരളത്തിൽ എല്ലാവർക്കും പറയുന്ന ഒരു വാക്കുണ്ട്, CFL. ഇത് പറയുന്നത് നിങ്ങൾ ആ പറഞ്ഞ ആളിനോട് ആരായാലും നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിൽ ചോദിച്ചു നോക്കി എന്താ എൻ്റെ ഫുൾ ഫോം ചോദിക്കും. അത് മിക്കവാറും പറയും ഇത് കോമ്പാക്റ്റ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് എന്നാണ്. കോമ്പാക്റ്റ് ഫ്ലൂറസെൻറ്റ് ലാമ്പ്. വൈ? നമ്മുടെ ഈ ഫ്ലൂറസെൻറ്റ് ലാമ്പ്, അതായത് ട്യൂബ് ലൈറ്റ് ഇങ്ങനെ വാഴപ്പിണ്ടി പോലെ ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്, കുറേ സ്ഥലം വേണം. പിന്നീടാണ് ഇതുണ്ടാക്കിയ സയൻറ്റിസ്റ്റുകളും മറ്റ് എൻജിനീയേഴ്സൊക്കെ ആലോചിച്ചോടാ ഇത്രയും നീളത്തിൽ വേണ്ട, ഇതിങ്ങനെ ഒരു ഹോൾഡർ കൊടുത്തിട്ട് ഇങ്ങനെ പൈപ്പ് ഉണ്ടാക്കി അതിങ്ങനെ വളച്ചെടുത്താലും ഇത്രയും ലെങ്ത് തന്നെ കിട്ടും. വളരെ കോമ്പാക്റ്റ് ആയിരിക്കും. കോമ്പാക്റ്റ്, സ്മോളർ, ചെറിയ സ്ഥലത്ത് പിടിപ്പിക്കാം. ഇത് രണ്ടാമത് ഫ്രെയിം വേണ്ട. അതുകൊണ്ടാണ് ഇതിനെ കോമ്പാക്റ്റ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് എന്ന് പറയുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക്
ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മൾക്കത് പഠിച്ചെങ്കിലേ പറ്റും. സോ ഹൗ യു ലേൺ ദിസ് വൺ? ബെറിലിയം മഗ്നീഷ്യം കാൽഷ്യം, ബെറിലിയം മഗ്നീഷ്യം കാൽഷ്യം, ബെറിലിയം മഗ്നീഷ്യം കാൽഷ്യം, സ്ട്രോൺഷ്യം ബേരിയം റേഡിയം, സ്ട്രോൺഷ്യം ബേരിയം റേഡിയം. ഇങ്ങനെ പറഞ്ഞ് 4-5 തവണ പറയുന്നത് മാത്രം ചെയ്താൽ പോരാ. എന്നിട്ട് ബുക്ക് നോക്കാതെ അല്ലെ പീരിയോഡിക് ടേബിൾ നോക്കാതെ എഴുതി തുടങ്ങണം. ഇടയ്ക്ക് വല്ലതും വരുന്നെങ്കിൽ അത് അങ്ങനെ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലേക്ക് ആക്കിക്കോണം, എനിക്കിത് എഴുതാൻ പറ്റത്തില്ല, അടുത്ത തവണ എഴുതൂ. 3ാമത് തവണ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോക്കാതെ എഴുതാൻ പറ്റും. ബട്ട് നെവർ സ്റ്റോപ്പ്. കംപ്ലീറ്റ് 5 times മിനിമം ഫോർ എവറിത്തിങ്. ദാറ്റ് ഈസ് ദ ടെക്നിക് ഓഫ് റിമെമ്പറിങ് തിങ്സ്. ദാറ്റ് ഈസ് വൈ ഞങ്ങളുടെ കുട്ടികളൊക്കെ ആദ്യം 60% മാർക്കൊക്കെ ആയിട്ട് വരുന്ന കുട്ടികൾ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് 85 അടുത്ത ഒരു 6 മാസം ആകുമ്പോൾ 90-95 മാർക്ക് ആകുന്നത്. ഞങ്ങളൊരു മെത്തഡോളജി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ തേർഡ് ഗ്രൂപ്പും കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ബാക്കി അടുത്തത്. അപ്പോൾ ഇത് കേൾക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ടുകൂടെ ചെയ്യിക്കണം. കാരണം ഇതിനകത്ത് സബ്സ്ക്രിപ്ഷൻ കുറച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ചെറിയ തരത്തിലെങ്കിൽ, ഇപ്പം നമുക്ക് ഇതിനകത്തൊന്നും അധികം സബ്സ്ക്രിപ്ഷൻ ഒന്നുമില്ല. ഞങ്ങൾ മെയിൻലി ഞങ്ങളുടെ ട്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബെനിഫിഷ്യലാണ്. നിങ്ങൾക്ക് ഞാൻ ക്രമത്തിനായിരിക്കും പഠിപ്പിക്കുക. ഇതിപ്പോൾ ഞാൻ 9ാം ക്ലാസ് ബേസ് ചെയ്തായിരിക്കും പോകുന്നത്. അത് ഒരു മെയിൻ പോയിന്റ് കഴിയുമ്പോൾ പിന്നെ 10ാം ക്ലാസ്സിലേക്ക് ഏറ്റവും പ്രയാസമുള്ള കെമിസ്ട്രി സ്റ്റാർട്ട്. അതിനോടൊപ്പം തന്നെ ഫിസിക്സും ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതൊരു 3-4-5 ക്ലാസ് കഴിഞ്ഞ് ഞാനിപ്പോൾ പീരിയോഡിക് ടേബിളിലെ മെയിനായിട്ടുള്ള ഈ എലമെൻറ്റ്സ്, അതിൻ്റെ സിംബൽസ് അതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഫിസിക്സിലേക്ക് പോകും. പ്രത്യേകിച്ചും അതിൻ്റെ ഫിസിക്സിലെ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്കറിയാം, ഭയങ്കര പ്രയാസമാണ്. കാരണം ദാറ്റ് ഈസ് ഫുൾ ഓഫ് മാത്തമാറ്റിക്സ്. ഓക്കെ.